യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളുടെ നടുവിലും പലരും പറഞ്ഞു വിടുന്ന കുറേ വാചകങ്ങളുടെ പുറകെയാണ് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ പിന്നീട് അതിന് വലിയ കഴമ്പുകളൊന്നും ഇല്ലാതെയായിത്തീരുന്നു. ഈ വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത് നാവ് വമ്പ് പറഞ്ഞുണ്ടാക്കുകയാണ്. ഒരുവൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും മരണവും വരുന്നത്, അല്ലെങ്കിൽ ശാപവും കടന്നു വരുന്നത് അവൻ്റെ നാവിലൂടെയാണ്. ഒരുവന് ദോഷം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ഈ നാവ് ഉപയോഗിക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് എൻ്റെ ലൈഫിനകത്ത് വന്നു ചേരാം. കാരണം ഒരുവൻ്റെ നാശം കാണുവാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചതും നമുക്ക് ഓരോ അവയവങ്ങൾ നൽകിയതും ഓരോ അവയവങ്ങൾ കൊണ്ട് അവന് വേണ്ടി, അവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവനെ ബ്ലെസ് ചെയ്യുവാൻ വേണ്ടിയാണ്. നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്നത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ, നാവ് എടുത്ത് സംസാരിക്കുവാനാണ്. മറ്റുള്ളവനെ ദോഷം സംസാരിക്കുവാനും മറ്റുള്ളവനെ ശപിക്കുവാനും ഉള്ളതല്ല നാവ്, മറിച്ച് നാവ് മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുവാനുള്ളതാണ്. അതെ, മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുവാൻ അധരങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയത്, സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാകുന്നു. നാവ് അധികാരത്തിൻ്റെ വാക്കുകൾ പുറപ്പെടുവിക്കുന്നതായി തീരട്ടെ.